വയനാട്ടിലെ വടക്കനാട് മേഖലയിലെ പ്രശ്നങ്ങൾ പലതവണ സംസ്ഥാനത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ വന്നതാണ്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ ഒന്നടങ്കം സമരം ചെയ്ത് ഒരുപാട് ഉറപ്പുകളൊക്കെ ലഭിച്ചതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വടക്കനാടിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. കാട്ടാന മുതൽ മലയണ്ണാൻ വരെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. ഇപ്പോഴൊരു കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് നടത്തുകയാണ്. അപ്പോഴും ആളുകളുടെ പ്രശ്നം തീരുന്നില്ല. എന്താണ് ഇവിടുത്തെ ഒരു വന്യജീവി ശല്യത്തിൻ്റെ അവസ്ഥ? ഇവിടുത്തെ വന്യജീവി അണ്ണാൻ വന്നിട്ട് 5 തെങ്ങുണ്ട്. 5 തെങ്ങയില് ഒരെണ്ണം ഇല്ലാതെയായി. ചക്ക ഒരെണ്ണം കിട്ടൂല. ഞങ്ങൾ പ്ലാവെല്ലാം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഒരെണ്ണം അവിടെ നിർത്തിയിട്ട് അത് ഇങ്ങനെ വന്ന് തിന്ന് ഓടിച്ചാലും പോവില്ല. മലയണ്ണാന് പിന്നെ കുരങ്ങിനെ കൊണ്ട് ഭയങ്കര ശല്യം. വയനാട്ടിലെ വടക്കനാട് പ്രദേശത്തെ വന്യമൃഗ ശല്യത്തെക്കുറിച്ച് ഒരുപാട് തവണ വാർത്തകൾ വന്നതാണ്, ഒരുപാട് സമരങ്ങൾ നടന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വടക്കനാടിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. ഇപ്പോഴേ ദൃശ്യത്തിൽ കാണുന്നത് ഒരു തെങ്ങാണ്. അതിലെ തേങ്ങ മുഴുവൻ മലയണ്ണാൻ തുളച്ചതാണ്. ഏതാണ്ട് എല്ലാം ഒരു ഇളനീർ പാകത്തിൽ തന്നെ അണ്ണാൻ തുളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ചിത്രം. വന്യമൃഗങ്ങൾ കാരണം ആളുകൾക്ക് കൃഷിയുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ വടക്കനാട് നിരന്തരം ഭീതി പരത്തുന്ന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യവുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അപ്പോഴും കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് അതുകൊണ്ടൊന്നും ശാശ്വത പരിഹാരം ആകില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം മാത്രമാണ് ആന ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്. നിരന്തരം ആന ഒരു ദിവസം പോലും ഇടതടവില്ലാതെ നമ്മുടെ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരുന്നു. ആളുകൾ ഭയപ്പോടെ തന്നെയാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആന പയ്യനെ കൊന്നതോടുകൂടി എല്ലാവരും ഭീതിയോടെയാണ്. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല ആരും. ഞങ്ങളെ സംബന്ധിച്ച് വടക്കനാട് വളരെ ഇതായിട്ടുള്ളൊരു പ്രശ്നമാണ്. ആന പ്രശ്നം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു യുവ കർഷകനാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ വളരെ വിഷമത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ എതിരെയാണ് ഞങ്ങളിതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഇവിടെ പോവുകയും കാര്യങ്ങൾ പറയുകയും അതേപോലെ DF ഓഫീസിലും കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യും ഇതെല്ലാം ചെയ്തു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞാനൊരു പിടിക്കും എന്നാണ് അവർ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ. ഒന്നാമത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതും ഒക്കെ അറിയാണ്. നമുക്ക് ഇപ്പോൾ രാത്രി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 പോയി ഒരു പണിക്ക് പോയി വന്നു കഴിഞ്ഞാലും പിന്നെ പേടിയാണ്. ഒന്നത് കാട്ടിലല്ല, നമ്മൾ ഈ നാട്ടിലേക്ക് എത്തുമ്പോഴാണ് പേടി. ഇത് ഏതിലേ വരുന്നതൊന്നും പറയാൻ പറ്റില്ല. ബാർഡർ സ്റ്റോർ നടത്തുന്ന ആളാണ്. ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ സാധനങ്ങൾ എടുത്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ മുട്ടിക്കൊമ്പിൻ്റെ ശല്യം കൂടുതലായതുകൊണ്ട് വീട്ടിൽ നിന്ന് വരാൻ കുടുംബങ്ങൾ സമ്മതിക്കുന്നില്ല. എന്നെ ഏത് പാതിരാത്രി നാട്ടുകാർക്കറിയാം, ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ വന്ന് സാധനം എടുത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്നില്ല. ഇപ്പോൾ 6 മണിക്ക് ശേഷം വരാനാണ് ഞാൻ പറയല്. എന്താണ് ഇപ്പം വടക്കനാട് ഈ തെരഞ്ഞെടുപ്പൊക്കെയാണ് നമ്മൾ ഒരുപാട് സമരമൊക്കെ മുമ്പ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? തെരഞ്ഞെടുപ്പ് വന്നിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയ നേതാക്കളും ഇവിടെ വന്യമൃഗ ശല്യത്തിനെതിരെ ഒരു കാര്യം സംസാരിക്കുക ഒന്നും ചെയ്യില്ല. ഇവർക്കൊക്കെ വോട്ടാണ് വേണ്ടത്. വോട്ടാണ് ഇവർക്ക് വലുത്. അല്ലാതെ ഞങ്ങളുടെ സ്വത്തിനും ചെയ്യുന്നവർക്കൊന്നും ഒരു വിലയില്ല. കാരണം നമ്മുടെ ആ സഹോദരൻ മരിച്ചിട്ട് ഇപ്പോൾ 10-20 ദിവസമായി. 3 ദിവസം കൊണ്ട് ഇവർ ഇതിനെ പിടിക്കാമെന്ന് ഒരു കരാർ പറഞ്ഞാണ്, വ്യവസായിക്കുകയാണ്. ഇതുവരെയായിട്ടും പിടിച്ചിട്ടില്ല. പിടിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതൊരു വടക്കനാട്ടുകാരെ സംബന്ധിച്ച് ഏത് കാലത്തും ഇത് തന്നെയാണ് വിഷയം. അതെ. തെരഞ്ഞെടുപ്പിലൊന്നും ഇവരൊന്നും ഈ കാര്യത്തെ പറ്റി ഒന്നും മിണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങനെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനം പിടിച്ചിട്ട് ഞങ്ങൾ ഇത്ര വർഷമായി, അതിനെപ്പറ്റി ഇത്ര മാസമായി, 1 മാസം ആവാൻ പോവുക, ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ പിടിച്ച് ഇപ്പോൾ കൂടുതലാക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് അവർ വാക്ക് പറഞ്ഞത്. മൊത്തത്തിൽ ഈ ഗ്രാമത്തിലെ ഒരു അവസ്ഥ എന്താ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട്? വന്യമൃഗങ്ങളായാലും നമുക്ക് കൃഷിയെടുത്ത് ജീവിക്കാനും പറ്റത്തില്ല. രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം പണ്ടൊക്കെ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു രാത്രി ഒരു 10-12 മണിയൊക്കെ ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ അത് നേരെ 7 മണിയാകുമ്പോഴത്തേനും സംഗതി ഒരു പറമ്പിൽ കയറി ആൾ കാണുമ്പോൾ ആളുടെ അടുത്തേക്ക് ഓടിയെത്തുക. ആൾക്കാർ പേടിച്ചിട്ട് ഇതിന് ഓടിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. പേരെങ്ങനെ ചേട്ടൻ്റെ? പേര് ജോസ്. എന്തായാലും വടക്കനാട് മേഖലയിൽ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ഥിതിഗതികൾക്ക് മാറ്റമൊന്നുമില്ല. എല്ലാവരും പറയുന്നത്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ളൊരു ശ്രമം നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. അതുകൊണ്ട് തന്നെ ഒരു തരം നിസ്സംഗതയാണ് വടക്കനാട് മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുമുള്ളത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.